ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഇന്ന് വചനത്തിൽ നിന്ന് കേൾക്കുവാൻ പോകുന്നത് ടച്ച് ഓഫ് ജീസസ്, യേശുവിൻ്റെ സ്പർശനം. ഒന്ന് പറയാമോ? കൈ കൊടുത്ത് അടുത്തിരിക്കുന്ന ആളോട്, യേശുവിൻ്റെ സ്പർശനം, ടച്ച് ഓഫ് ജീസസ്. നമ്മളപ്പോൾ വായിക്കുന്ന വചനഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 34 വരെയുള്ള വചനഭാഗം ആദ്യം വായിക്കാം, എന്നിട്ട് നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയി വരാം. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കിടന്ന് കടൽ തീരത്തിരിക്കുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവൻ്റെ ചുറ്റും കൂടി. അപ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തോട് കർത്താവ് സംസാരിക്കുന്ന ഒരു സന്ദർഭമാണ്. കഫർനഹൂമിലാണ് ഇത് നടക്കുന്നത്. അവിടെ വലിയൊരു ജനക്കൂട്ടത്തോട് യേശു കർത്താവ് സംസാരിക്കുന്ന സമയം പള്ളി പ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുവൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു. പ്രൈസ് ഗോഡ്. പള്ളി പ്രമാണികളിൽ ഒരുവനായ യായിറോസ്. പള്ളി പ്രമാണി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സിനഗോഗിൻ്റെ പ്രമാണി. സിനഗോഗിൽ വർഷിപ്പിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കുക, ഉപകരണങ്ങൾ ഒരുക്കുക, ആ ബിൽഡിംഗ് എല്ലാം നോക്കി സൂക്ഷിക്കുക, ബൈബിൾ സ്റ്റഡി ക്ലാസ്സുകൾ എടുക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുക, ചില ക്ലാസ്സുകൾ എടുക്കുക. അങ്ങനെ ആ സിനഗോഗിൽ പള്ളിപ്രമാണിയായി വേല ചെയ്യുന്ന യായിറോസ് എന്ന ഒരുവൻ, അവൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു. എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിൽ ആയിരിക്കുന്നു, അവൾ സൗഖ്യം പ്രാപിച്ച് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈ വെക്കണമേ എന്ന് കേണ് അപേക്ഷിച്ചു. യായിറോസ് ചെയ്തത്, യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ കാൽക്കൽ അങ്ങ് വീണു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുമകൾ മരിക്കാറായി കിടക്കുകയാണ്, നീ വന്ന് അവളുടെ മേൽ കൈകൾ വെക്കണമേ എന്ന് യേശുവിനോട് കേണ് അപേക്ഷിച്ചു. അപ്പോൾ യായിറോസിന്റെ ആ ഒരു സ്ഥാനം നോക്കിയാൽ, പള്ളിപ്രമാണി എന്ന് പറഞ്ഞാൽ ഫരിസേയരുമായി ഒരുമിച്ച് നിൽക്കുന്നവരാണ്. ഒരു പള്ളിപ്രമാണി എന്ന് പറഞ്ഞാൽ ഫരിസേയരാണ് അവരെല്ലാം നിയന്ത്രിക്കുന്നത്. ഫരിസേയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മതപുരോഹിതന്മാർ യേശുവിനെ എതിർത്തിരുന്ന സമയം, യേശു പറയുന്നതിനോട് എതിർപ്പുള്ളവർ, യേശുവിനെ അംഗീകരിക്കാത്തവർ, ഇവനിൽ ഭൂതമുണ്ട് എന്ന് പറയുന്നവർ, യേശുവിൻ്റെ പഠിപ്പിക്കലുകളെല്ലാം തെറ്റാണ് എന്ന് പ്രസ്താവിക്കുന്നവർ, അങ്ങനെയുള്ളവരുടെ കൂടെയുള്ള ഒരുവൻ യേശു കർത്താവിൻ്റെ അടുത്ത് വരിക മാത്രമല്ല, അവൻ്റെ കാൽക്കൽ വന്ന് വീഴുകയാണ്. ഒരു പക്ഷേ ഈ ഒറ്റ പ്രവൃത്തി കൊണ്ട് അവൻ്റെ ജോലി അല്ലെങ്കിൽ സിനഗോഗിൽ നിന്ന് അവനെ പുറത്താക്കാം. കാരണം ഫരിസേയർ ഒരിക്കലും അത് സമ്മതിക്കുകയില്ല. അവർ എതിർക്കുന്ന, അവർ ഭൂതമുണ്ട് എന്ന് പറയുന്ന, കുറ്റം പറയുന്ന ഒരുവന്റെ കാൽക്കൽ വന്ന് വീണിരിക്കുന്നു. എന്നാൽ യായിറോസ് അതൊന്നും നോക്കിയില്ല. അവനൊന്നു മാത്രം, യേശു കർത്താവിനെ കാണണം, കാൽക്കൽ വീണ് കേണ് അപേക്ഷിക്കുക, എൻ്റെ കുഞ്ഞുമകളെ അങ്ങ് വന്ന് ഒന്ന് തൊടണമേ. ഹല്ലേലൂയ. യായിറോസ് അവന്റെ സ്ഥാനം നോക്കിയില്ല. യായിറോസ് അവൻ എന്ത് പറ്റുമെന്ന് നോക്കിയില്ല. അവൻ ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ കുഞ്ഞുമകൾ സൗഖ്യം പ്രാപിക്കണം. ഹല്ലേലൂയ. യായിറോസ് ഒന്ന് വിശ്വസിച്ചു, യേശു തൊട്ടാൽ സൗഖ്യം വരും. ഹല്ലേലൂയ. ഒന്ന് പറയാമോ? യേശു തൊട്ടാൽ സൗഖ്യമാകും. അടുത്ത ആളോടൊന്ന് പറഞ്ഞോ വിവരം. യേശു തൊട്ടാൽ സൗഖ്യമാകും. ഒന്നുകൂടെ, യേശു തൊട്ടാൽ സൗഖ്യമാകും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇത് യായിറോസ് വിശ്വസിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പള്ളി പ്രമാണിയാണെന്നോ ഒന്നും നോക്കാതെ വന്ന് കാൽക്കൽ വീണത്. പരസ്യമായ ചെയ്തത്. നിക്കോദെമോസിനെ പോലെ ആരും അറിയാത്തപ്പോൾ വന്ന് നാട്ടുകാരറിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വിചാരിച്ച് ഒളിച്ചിരിക്കുകയല്ല യായിറോസ് ചെയ്തത്. പരസ്യമായി എല്ലാ ജനങ്ങളുടെയും മുൻപിൽ വന്ന് കാൽക്കൽ വീണ്
യേശുവിനോട് അപേക്ഷിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. യേശു അവനോട് കൂടെ പോയി വളരെയധികം ജനങ്ങൾ അവനെ അനുഗമിക്കുകയും തിക്കുകയും ചെയ്തു. നോക്ക്, ഇതുപോലെ ഒരു വിശ്വാസത്തിൽ നീ യേശുവിനെ വിളിച്ചാൽ, യേശുവേ എന്നെ വന്ന് തൊടണമേ എന്ന് നീ പറഞ്ഞാൽ, യേശുവേ എന്റെ മേൽ കൈവെക്കണമേ എന്ന് നീ പറഞ്ഞാൽ, ഹല്ലേലൂയ, യേശുവിന് നിന്നെ കടന്നു പോവുക സാധ്യമല്ല. നുറുങ്ങിയ ഹൃദയത്തിന് കർത്താവ് സമീപസ്ഥന്. നിന്റെ ചങ്കിൽ നിന്ന് നീ ആഗ്രഹത്തോടെ വിളിച്ചാൽ അവിടെ നിൽക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. യായിറോസ് വിളിച്ചപ്പോ തന്നെ യേശു എന്ത് ചെയ്തു? കൂടെ പോവുകയാണ്. ഒറ്റ കാരണമേ ഉള്ളൂ, അവന്റെ വിളി ഉള്ളത്തിൽ നിന്നാണെന്ന് കർത്താവിന് മനസ്സിലായി. അവൻ മറ്റൊന്നും നോക്കാതെ ആ കർത്താവിനെ പിൻപറ്റുന്നത് എന്ന് അവന് മനസ്സിലായി. ഹല്ലേലൂയ. യേശു അവന്റെ കൂടെ പോവുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ വലിയൊരു ജനക്കൂട്ടം തിക്കി തിരക്കി. എന്തിനാണെന്ന് ആലോചിച്ചാൽ അറിയാം. പ്രമാണിതേ യേശുവിനെ വിളിച്ചു കൊണ്ടുപോകുന്നു. ഇവന്റെ കാര്യം ഇന്ന് എന്താവുന്നു കാണാം. ഇവനെ മിക്കവാറും ഇന്ന് സിനഗോഗിൽ നിന്ന് പുറത്താക്കും. ഇവനെ ഇന്ന് ചിലപ്പോൾ വല്ല ചാട്ടവാറ കൊണ്ട് അടിക്കുന്നതെങ്കിലും കാണാൻ പറ്റി, അതുമായി. ഹല്ലേലൂയ. തിക്കി തിരക്കി ഈ കൂട്ടം. കുറെ പേര് യേശുവിനെ കാണണം, എന്തുണ്ടാകുന്നു എന്ന് നോക്കാം എന്ന് നോക്കി യായിറോസിന്റെ പിന്നാലെ തിക്കി തിരക്കി ഒരു വലിയ ജനക്കൂട്ടമായി യേശു യായിറോസിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ജനങ്ങൾ അവനെ അനുഗമിക്കുകയും തിക്കുകയും ചെയ്തു. 12 വർഷമായി രക്തസ്രാവമുള്ളവളും പല വൈദ്യന്മാരുടെ ചികിത്സയാൽ വളരെ കഷ്ടം സഹിക്കുകയും തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചും ഒട്ടും മെച്ചപ്പെടാതെ രോഗം ഗുരുതരമായ അവസ്ഥയിൽ ആയിരുന്നവളുമായ ഒരു സ്ത്രീ. സ്തോത്രം. നോക്ക്, ഈ സ്ത്രീയുടെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. 12 വർഷമായി രക്തസ്രാവം. ഹല്ലേലൂയ. പല വൈദ്യന്മാരുടെയും ചികിത്സയാൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറഞ്ഞാൽ, ഓരോ വൈദ്യനും ഇന്നത്തെ പോലെയുള്ള ഒരു മെഡിക്കൽ അഡ്വാൻസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് അല്ല. ഇന്നാണെങ്കിൽ കുറേയും കൂടെ റിഫൈൻ ട്രീറ്റ്മെന്റ്സാ. അന്ന് ചിലപ്പോൾ നീ ഇതുപോലെയൊക്കെ ചെയ്യും, ചില കഷായം പോലെയൊക്കെ കൊടുത്തിരിക്കും. ഇനി വേറെ പല മുറി വൈദ്യന്മാരുണ്ടായിരിക്കും, അവർ ഓരോന്ന് ചെയ്യാൻ പറയും. പക്ഷെ ഇത് മാത്രമാവില്ല, പലതരം ചട്ടങ്ങൾ, ആചാരങ്ങൾ, ചിലപ്പോൾ ചില മന്ത്രവാദത്തിന്റെ ഒക്കെ കാര്യങ്ങൾ, അതെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് വളരെയധികം കഷ്ടതകൾ സഹിച്ചു. 12 വർഷമായി പല വൈദ്യരെയും കണ്ടു. അപ്പോൾ ഓരോരുത്തർ പറയുന്ന ആ രീതിയിലെല്ലാം അവൾ ശ്രമിച്ചു, കഷ്ടത സഹിച്ചു. എന്നിട്ടൊന്നും രോഗം മാറിയില്ല എന്ന് മാത്രമല്ല, ഈ രോഗം വർദ്ധിച്ചു നിൽക്കുന്ന സമയം. മാത്രമല്ല അവിടെ പറയുക, അവൾക്കുണ്ടായിരുന്ന ധനം മുഴുവൻ അവൾ വൈദ്യന്മാർക്ക് കൊടുത്തു. ഈ സഹോദരിയുടെ എല്ലാ ധനവും അവൾ ചികിത്സയ്ക്കായി ചെലവഴിച്ചു. എന്ന് പറഞ്ഞാൽ അവളുടെ കയ്യിൽ ഇനി ഒന്നുമില്ല. രോഗമാണെങ്കിൽ കുറഞ്ഞില്ല, വളരെ കൂടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ള ഒരു സ്ത്രീ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൾ ചെയ്തത്, യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേട്ടു. അവൾ തിരക്കിനിടയിൽ അവന്റെ പിന്നിലെത്തി അവന്റെ വസ്ത്രത്തിൽ തൊട്ടു. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യമാകും എന്ന് അവൾ ചിന്തിച്ചു. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഇവിടെ അറിയേണ്ട ഒരു കാര്യം, രക്തസ്രാവമുള്ളവൾ അശുദ്ധയായാണ് ദൈവത്തിന്റെ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് അറിയാനാണെങ്കിൽ ലേവ്യ പുസ്തകം 15:26 മുതൽ 28 വരെ വേഗം വായിക്കാം. രക്തസ്രാവമുള്ള കാലത്തെല്ലാം അവൾ കിടക്കുന്ന കിടക്കയൊക്കെയും ഋതുകാലത്തിലെ കിടക്ക പോലെ ഇരിക്കണം. അവൾ ഇരിക്കുന്ന സാധനമൊക്കെയും ഋതുകാലത്തിലെ അശുദ്ധി പോലെ അശുദ്ധമായിരിക്കണം. അവ തൊടുന്നവനെല്ലാം അശുദ്ധനാകും. അവൻ വസ്ത്രമലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. പ്രൈസ് ഗോഡ്. ഈ സ്ത്രീ തൊടുന്നവരെല്ലാം അശുദ്ധനായാണ് പ്രഖ്യാപിക്കുന്നത്. ഈ സ്ത്രീ ഉപയോഗിച്ച സാധനങ്ങൾ തൊട്ടാൽ പോലും
തൊടുന്നവർ അശുദ്ധരാണ് എന്ന നിയമം നിലനിൽക്കുന്ന സമയം. അവൾക്ക് വീട്ടിന് പുറത്തിറങ്ങുവാൻ അനുവാദമില്ല. കാരണം ഒരാൾ എങ്ങാനും അറിയാതെ തൊട്ടാൽ ആ തൊടുന്നവൻ പോലും അശുദ്ധനാവും. അങ്ങനെയുള്ള സമയത്ത് ഇവൾ ചെയ്തത്, നിറയെ ജനാവലിയുള്ള യേശു നടന്നു പോവുക യായിറോസിന്റെ വീട്ടിലേക്ക്. ജനം തിക്കിത്തിരക്കുന്നതിന്റെ ഇടയിൽ കൂടി പല ആളുകളെയും തിക്കി മാറ്റി. അപ്പോഴെല്ലാം അവൾ പാരമ്പര്യത്തെ തെറ്റിക്കുകയാ, നാട്ടുനടപ്പിനെ തെറ്റിക്കുകയാ, അവിടെയുള്ള നിയമങ്ങളെ ലംഘിക്കുകയാ. എന്നാൽ അവൾ ഒറ്റ കാര്യമാണ് മനസ്സിൽ വിചാരിച്ചത്, എനിക്ക് ഇനി ജീവിക്കുന്നെങ്കിൽ യേശുവിനെ തൊടണം. ഹല്ലേലൂയ! എനിക്കിനി ജീവിതത്തിൽ വേറെ ഒരു പ്രത്യാശയുമില്ല, എന്റേതായ ഒന്നും എനിക്കില്ല. എനിക്ക് ഇവിടെ പറയുന്നത് യേശുവിന്റെ വാർത്ത അവൾ കേട്ടു. യേശു എന്ന രക്ഷകനെ കുറിച്ച് അവൾ കേട്ടു. അവൾ ഒന്ന് വിശ്വസിച്ചു, യേശുവിനെ തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം ലഭിക്കും. ഹല്ലേലൂയ എന്ന് പറഞ്ഞ യേശുവിനെ തൊട്ടാൽ സൗഖ്യം ലഭിക്കും. ഒന്നുകൂടെ പറഞ്ഞോ, യേശുവിനെ തൊട്ടാൽ. ഇത് അവൾ വിശ്വസിച്ചു. മാത്രമല്ല, വിശ്വാസത്തിന്റെ ഒരു ചുവട് അവൾ എടുത്തു. നോക്ക്, എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസത്തിന് ഒരു ചുവട് ആവശ്യമാണ്. ഹല്ലേലൂയ! ഒരു ചുവട് വെക്കാതെ നിന്റെ വിശ്വാസം അത് ദൈവം വിശ്വാസമായി കാണുകയേയില്ല. നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു, സത്യദൈവത്തിൽ വിശ്വസിക്കുന്നു, നിന്റെ ഒരു ചുവട്, പ്രാർത്ഥനയ്ക്ക് വരുവാനുള്ള ചുവട് ആവശ്യമാണ്. ഹല്ലേലൂയ! പ്രൈസ് ഗോഡ്! നിന്നെ പലരും എതിർക്കുന്നു. ആ എതിർപ്പുകൾ നോക്കാതെ, വിഷമതകൾ നോക്കാതെ കർത്താവിനോട് ചേരുക, പ്രാർത്ഥനാ കൂട്ടായ്മകളോട് ചേരുക ആവശ്യമാണ്. വിശ്വാസത്തിന് എപ്പോഴും വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ നിന്നിൽ നിന്നൊരു പ്രവൃത്തി, അതാണ് നിന്റെ വിശ്വാസം വെളിപ്പെടുത്തുന്നത്. എവിടെ വേണമെങ്കിൽ നോക്കിക്കോ, യേശുവിനോട് യാചകൻ, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞു ഉറക്കെ. വിശ്വാസത്തിന്റെ പ്രവൃത്തിയാ. അവിടെ ഉള്ളവരെല്ലാം പറഞ്ഞു, നീ മിണ്ടാതിരിക്കി. അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. ഹല്ലേലൂയ! അവന് ചെയ്യാവുന്നതിന്റെ മാക്സിമമാണ് അത്. അവന് കണ്ണു കാണില്ല, ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സ്ത്രീ വിശ്വാസം, അതുകൊണ്ട് നോക്ക്, യാക്കോബ് 2:17 അവിടെ പറയുക, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നീ വിശ്വസിക്കുന്നുവെന്ന് പറയുകയും നിന്റെ പ്രവൃത്തികളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ വിശ്വാസം നിർജീവമാണ്. വായിക്കാം ആ വചനം വേഗം. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാതെയായാൽ സ്വതവേ നിർജീവം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തത്. ഇറ്റ്സ് എ ഡെഡ് ഫെയ്ത്ത്. നീ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, പ്രാർത്ഥനാ യോഗങ്ങൾക്ക് വരുന്നില്ല, വെറുതെ ആ വിശ്വാസം എന്ന് പറയുന്നത്. നീ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, യേശുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ചുവട് വെക്കുന്നില്ല, വെറുതെ ആ വിശ്വാസം എന്ന് പറയുന്നത്. നീ യേശു സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നു, എന്നാൽ സൗഖ്യത്തിന് വേണ്ട ചുവടുകൾ നീ എടുക്കുന്നില്ല, വെറുതെയാ നീ യേശു സൗഖ്യമാകുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. എപ്പോഴും യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ മുൻപിൽ അത് പ്രൂവ് ചെയ്യുവാൻ ഉള്ള ഒരു ചുവട് നീ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അറിയാം ശരിക്ക് വിശ്വാസം ഉണ്ടോ, അതോ കർത്താവേ കർത്താവേ എന്ന് വെറുതെ അതരം കൊണ്ട് പറയുക മാത്രമാണോ ചെയ്യുന്നതെന്ന്. സ്തോത്രം. ഇവൾ ചെയ്തത് ഇതുപോലെ ഗുരുതരമായ ഈ രക്തസ്രാവത്തിന്റെ അവസ്ഥയിലും രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും ആ കൾച്ചറിൽ അത് ആരെയും തൊടാൻ അനുവാദമില്ലെങ്കിലും ഈ തിക്കിനും തിരക്കിനും ഇടയിലൂടെ ഒരുപക്ഷെ പലരും ഇവളെ അറിയുന്നവളുണ്ടായിരിക്കാം. ആ കൂട്ടത്തിൽ ഒരുപക്ഷെ ഇവളെ അടിച്ചു കാണും, നിന്ദിച്ചു കാണും, പഴി പറഞ്ഞു കാണും, പരിഹസിച്ചു കാണും, മാറി നിന്ന് കാണും. എന്തായാലും അതൊന്നും നോക്കാതെ അവൾ തിക്കിനും തിരക്കിനും ഇടയിലൂടെ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്തൊന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം വരും
എന്നവൾ വിശ്വസിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വചനം രേഖപ്പെടുത്തിയിരിക്കുക, അവൾ ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നുവെന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഹല്ലേലൂയ. ഇതൊരു കഥയല്ല. ഈ സ്ഥലങ്ങളെല്ലാം ഇപ്പോഴുമുണ്ട്. കപർനഹാമിൽ യേശു നടന്നുപോയ വഴികൾ അവിടെ വെച്ച് ഉണ്ടായ ഒരു സംഭവമാണ്. ഒന്ന് കൈകൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. പ്രൈസ് ഗോഡ്. അവൾ സൗഖ്യമായി. അപ്പോൾ ഉടനെ യേശു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവെന്ന് മനസ്സിലാക്കി ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ്, എൻ്റെ വസ്ത്രത്തിൽ തൊട്ടത് ആർ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ചോദ്യത്തിന് എന്തെങ്കിലും ഒരു അത്ഭുതം തോന്നുന്നുണ്ടോ? ഉടനെ യേശു നിന്നു, സ്തോത്രം, എന്നിട്ട് എൻ്റെ വസ്ത്രത്തിൽ തൊട്ടത് ആർ എന്ന് ചോദിച്ചു. പ്രൈസ് ഗോഡ്. അപ്പോൾ ശിഷ്യന്മാരുടെ ഉത്തരം അവിടെ പറയുന്നു, ജനങ്ങൾ നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. അപ്പോൾ ആളുകൾ തിക്കി തിരക്കി പോയിക്കൊണ്ടിരിക്കുക, എന്നിട്ടും നീ എന്തുകൊണ്ട് എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നു? ഇതാണ് ശിഷ്യന്മാർ ചോദിച്ചത്. ഹല്ലേലൂയ. ഇത് തന്നെ ലൂക്കോസ് 8-ാം അധ്യായത്തിലുണ്ട്. അവിടെ കുറച്ചും കൂടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് അറിഞ്ഞതുകൊണ്ട് യേശു അവിടെ നിന്ന് ഇത് ചോദിച്ചു. അപ്പോൾ യേശുവിന് മനസ്സിലായി തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ അറിയാം, മറ്റ് ഇതുവരെ ഉള്ള തിക്കും തിരക്കും ഉള്ള ആളുകളൊക്കെ തൊട്ടിട്ടും യേശുവിൽ നിന്ന് ഒരു ശക്തിയും പുറപ്പെട്ടില്ല. ഹല്ലേലൂയ. അനേകർ തിക്കുന്നുണ്ട്, തിരക്കുന്നുണ്ട്, എന്നാൽ അവർക്കൊന്നും യേശുവിൽ നിന്ന് ഒന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥനാ യോഗങ്ങളിൽ, ആരാധനാ കൂട്ടായ്മകളിൽ, വലിയ പൊതുയോഗങ്ങളിൽ അനേകർ വരുന്നുണ്ട്, വചനത്തിന് മുൻപിൽ ഇരിക്കുന്നു, ആരാധിക്കുന്നു, എന്നാൽ ചിലർ മാത്രം അവനിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. കാരണം പലരും അവിടെ തിക്കി തിരക്കുന്നത് യേശുവിനെ ഒന്ന് കാണണം, എന്താ നടക്കുന്നതെന്നൊന്ന് നോക്കണം, ആരാധനയൊക്കെ ഒന്ന് പോകണം, നല്ല പാട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോ ഒക്കെ നല്ല വചനമൊക്കെ കേൾക്കാം, ഇതൊക്കെ ഒന്ന് കേട്ടിരിക്കാം, പിന്നെ പോയില്ലെങ്കിൽ എങ്ങനെയാ, ഞായറാഴ്ചയല്ലേ, കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നേ എന്നൊക്കെയുള്ള ചിന്തയോടെ ആയിരിക്കും ചിലർ വരുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇവർക്ക് ഒറ്റ ചിന്തയുള്ളൂ, യേശു എന്നെ സൗഖ്യമാക്കും. നമ്മൾ ആരാധനാ യോഗങ്ങൾക്ക് വരുമ്പോൾ, പ്രാർത്ഥനാ യോഗങ്ങൾക്ക് വരുമ്പോൾ, കർത്താവ് എന്നെ സ്പർശിക്കും, അവനെ ഞാൻ തൊടും, അവൻ എന്നെ സൗഖ്യമാക്കും, അവന്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന ദാഹത്തോടെയാണ് നീ വരുന്നതെങ്കിൽ അവരിൽ നിന്ന് ശക്തി പുറപ്പെടുന്നത് നീ അറിയും, അവന്റെ അഭിഷേകം ഒഴുകുന്നത് നീ തിരിച്ചറിയും. ഹല്ലേലൂയ. നിന്നെ കടന്നു പോകാതെ നിന്നോട് ചേർന്ന് നിന്നോട് കൂടെ നടക്കുന്ന യേശുവിനെ നീ കാണും. വെറുതെ അല്ല കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എവിടെ വന്ന് കൂടുമ്പോഴും ഞാൻ നിങ്ങളുടെ മധ്യയുണ്ട് എന്ന്. അവൻ മധ്യയുണ്ട്. എന്നാൽ ദാഹമുള്ളവർ, ഹല്ലേലൂയ, വിശ്വസിക്കുന്നവർ അവരിൽ നിന്ന് ചിലത് പ്രാപിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. യേശുവിനെ തൊട്ടവർ സൗഖ്യമായി. യേശുവിനെ ഇന്ന് നീ തൊടുമ്പോൾ നീ സൗഖ്യം പ്രാപിക്കുക. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും വചനം വായിക്കുമ്പോഴും ഇത് തന്നെയാണ്. ആ വായിക്കുന്ന വാക്കുകൾ ദൈവം തന്നെയാണ് എന്ന് വിശ്വസിച്ച് അവന്റെ വിശ്വാസം അതിനകത്തുണ്ട് എന്ന് കണ്ട് ദാഹത്തോടെ നീ വചനം വായിക്കുമെങ്കിൽ അവനിൽ നിന്ന് ശക്തി നിന്നിലേക്ക് ഒഴുകും, വചനത്തിൽ നിന്ന് സൗഖ്യം നിന്നിലേക്ക് ഒഴുകും, വചനത്തിൽ നിന്ന് ജീവൻ നിന്നിൽ വ്യാപരിക്കും, വചനത്തിൽ നിന്ന് സൃഷ്ടിപ്പ് നടക്കും. കാരണം വചനം ദൈവം തന്നെ. അവൻ ജീവിക്കുന്നു, അവന്റെ വാക്കിന് മാറ്റമില്ല. 2000 വർഷം മുൻപ് അവൻ ആ രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കിയെങ്കിൽ ഇന്ന് അവൻ നിന്നെ സൗഖ്യമാക്കുവാൻ ഇതിലൂടെ നടക്കുകയാ. നീ അവനെ തൊട്ടാൽ സൗഖ്യം പ്രാപിക്കും, നീ അവനെ തൊട്ടാൽ സൗഖ്യം പ്രാപിക്കും. യെസ്.
You will be healed by his touch. Hallelujah. അവനോ ഇത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചതെന്തെന്ന് അറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് അവൻ്റെ മുൻപിൽ വീണ് വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഇതിൽ വലിയ ഒരു കാര്യം ഇരിക്കുക. യേശു അവിടെ നിന്നു എന്നെ തൊട്ടതാരെന്ന് കാണണം എന്ന് പറഞ്ഞു. നോക്ക്, ഈ സൗഖ്യം ലഭിച്ച ഉടനെ ഈ സഹോദരിക്ക് വേണമെങ്കിൽ ഞൊടിയിട കൊണ്ട് തിക്കിൻ ഇടയിലൂടെ പോകാം. ഹല്ലേലൂയ. കാരണം യേശു ഇത് ചോദിക്കുമ്പോൾ അവൾ ഇത് ഞാനാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംഭവം, രക്തസ്രാവക്കാരി ആയതുകൊണ്ട് അപ്പോൾ തന്നെ പിടിച്ച് ഉപദ്രവിക്കാം, കല്ലെറിയാം, ഒരുപക്ഷെ ജീവൻ വരെ നഷ്ടപ്പെടാം. കാരണം നിയമം തെറ്റിച്ചിരിക്കുന്നു, പാരമ്പര്യം തെറ്റിച്ചിരിക്കുന്നു. ആളുകൾ പുറത്തിറങ്ങാൻ പാടാത്തടുത്ത് ആളുകളുടെ ഇടയിലൂടെ തിക്കി തിരക്കി വന്നിരിക്കുന്നു. ഒരു കാരണവശാലും തന്നെ വെളിപ്പെടുത്തരുത് എന്ന് ആഗ്രഹിക്കാവുന്ന സന്ദർഭം. നമ്മൾക്കൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭം ഒന്നുമില്ല, എങ്കിലും വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ മടിയാ. കർത്താവ് ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ വലിയ വിഷമോ, ഞാൻ ചെയ്തു എന്ന് പറയാൻ വലിയ ഇഷ്ടം പലർക്കും. ഞാൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, എനിക്കിത് അച്ചീവ്മെന്റ് കിട്ടി. എന്നാൽ കർത്താവ് ഒരു കാര്യം ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ പലർക്കും ലജ്ജയാണ്. ഇവിടെ ജീവൻ പോകാവുന്ന സാഹചര്യം, ഏത് തരത്തിലും അവൾ മാറിപ്പോകാനാണ് സാധാരണ ശ്രമിക്കേണ്ടത്. എങ്കിലും അവൾ ചെയ്തത്, ജീവൻ പോകണമെങ്കിൽ പോകട്ടെ, അവൾ അവിടെ നിന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ് ഇതുപോലെ എല്ലാം എനിക്ക് സംഭവിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തി. കരഞ്ഞുകൊണ്ട്, വിറച്ചുകൊണ്ട്, എൻ്റെ ജീവൻ ചിലപ്പോൾ പോകാം, ഭയപ്പെട്ട്. എല്ലാവരും പരിഹസിക്കും, കുറ്റപ്പെടുത്തും, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. എങ്കിലും സാരമില്ല, എൻ്റെ യേശുവിനെ ഞാൻ തൊട്ടു, അവൻ എനിക്ക് സൗഖ്യം നൽകി. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അവൾ അത് സാക്ഷ്യപ്പെടുത്തി. ആ ജനക്കൂട്ടം മുഴുവൻ അത് കണ്ടു. ഒരുപക്ഷെ പലരും വിദ്വേഷത്തോടെ നോക്കി, കുറ്റം പറഞ്ഞു. ചിലർ അപ്പം തന്നെ ഫരിസേയന്മാരുടെ അടുത്തേക്ക് ഓടിക്കാണും, അറിയിക്കേണ്ട അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഈ യേശുവിനെ വെറുതെ വിടാൻ പാടില്ല, അതൊക്കെ അവിടെ അറിയിക്കാൻ ഓടിക്കാണും ചിലര്. അതിന് നടുവിൽ ഒരുവൻ കർത്താവിനെ കണ്ടു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതിന് യേശു പറഞ്ഞ ഉത്തരം എത്രയോ വലിയ അർത്ഥമുള്ളൊരു വാക്കാണെന്ന് അറിയാമോ? അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സൗഖ്യത്തിന്റെ കാര്യം പിന്നെ, സൗഖ്യമായ കാര്യം അടുത്ത ലൈനിൽ പറയുന്നുണ്ട്. അതിലൊക്കെ മുൻപ് പറയുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ സ്വർഗത്തിന് അവകാശിയായിരിക്കുന്നു. ഓ, നീ അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് അവകാശി, നീ ദൈവത്തിന്റെ മകൾ. കാരണം നീ വിശ്വസിച്ചു, നീ വിശ്വാസത്തിന്റെ ചുവട് വെച്ചു. അതുകൊണ്ട് യേശു പറയുക, നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. You are saved. Salvation is yours. നീ സൗഖ്യം മാത്രമല്ല, നീ നിത്യത അവകാശമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എത്ര വലിയ ദാനമാണ് കർത്താവ്. നിത്യത അവകാശമാക്കുക എന്നത് ഈ ഭൂമിയിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അത് അനുഭവിക്കുന്നവർ, അത് ലക്ഷ്യം വെച്ച് കാണുന്നവർ, അത് ദാനമായി ലഭിക്കുന്നവർ കൈകൾ നന്നായി അടിച്ച് നിന്റെ രക്ഷയെ നീ പ്രസിദ്ധമാക്കുവേ, നിന്റെ രക്ഷയെ നീ പ്രസിദ്ധമാക്കുവേ. ലോകത്തോട് വിളിച്ചു പറയ്, ഒരുവൻ എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് കർത്താവ് ഈ വാക്യം അവളോട് പറയുക, മകളെ, നിന്റെ വിശ്വാസം, മകളെ കണ്ടോ, മകളെ,
ദൈവത്തിന്റെ പുത്രി, ദൈവം നിന്നിൽ വസിക്കുന്നു. നീ ഒരു പുതിയ സൃഷ്ടിയായിരിക്കുക. ഹല്ലേലൂയ. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ മാറി സൗഖ്യമുള്ളവളായിരിക്കുക എന്ന് പറഞ്ഞു. നോക്ക്, ബാധ മാറിക്കഴിഞ്ഞു, യേശുവിനും അറിയാം. എന്നിട്ട് പറയുക, സമാധാനത്തോടെ പോയി ബാധ മാറി സൗഖ്യമുള്ളവൾ തന്നെ ആയി കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായോ? നോക്ക്, സൗഖ്യം ലഭിച്ചു, ഉടനെ തന്നെ വേറെ വഴിയിലേക്ക് ചാടിപ്പോയി. എത്രയോ പേര് ഞാൻ കണ്ടിരിക്കുന്നു. അവർക്ക് കിട്ടാനുള്ളത് കിട്ടി, കുറച്ച് കഴിയുമ്പോൾ പിന്നെ ആളെ കാണാനില്ല, വേറെ വഴിക്ക് പോയി. കുറച്ച് കഴിയുമ്പോൾ ആദ്യം അതിലും വലിയ പ്രശ്നമായിട്ട് കുറച്ച് കഴിയുമ്പോൾ കടന്നു വരും. ഇവിടെ പറഞ്ഞു, നോക്ക്, യേശുവിന് വ്യക്തമായി അറിയാം എല്ലാ സൗഖ്യം അവിടെ ലഭിച്ചു. എന്നിട്ട് പറയുക, നോക്ക്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ മാറി സൗഖ്യമുള്ളവളായിരിക്കുക. ബാധ, അതായത് സമാധാനം എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകണം. യേശു എന്ന ആ സമാധാനം നിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. പ്രാർത്ഥനയിൽ നീ ആയിരിക്കണം, കൂട്ടായ്മയിൽ നീ ആയിരിക്കണം, അവനോട് ചേർന്ന് നീ നിൽക്കണം. അങ്ങനെ നീ സമാധാനത്തോടെ തന്നെ ആയിരിക്കുകയും നിന്റെ ബാധ എപ്പോഴും മാറി തന്നെ ഇരിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അവൻ സൗഖ്യമാക്കുവാൻ ഇന്നും തയ്യാറാണ്. ഹല്ലേലൂയ. ഇന്ന് നീ ഒരു രോഗത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ ഇന്ന് യേശു കർത്താവ് നിന്നെ സൗഖ്യമാക്കും. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ഹല്ലേലൂയ. നീ ഇന്ന് വിശ്വാസത്തോടെ യേശുവിനെ തൊടുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ചുവട് എടുത്തു വെക്കുക. രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, നീ വിശ്വാസത്തോടെ യേശുവിനെ തൊടുക, കർത്താവ് എന്നെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുക. രണ്ട്, വിശ്വാസത്തിന്റെ ഒരു ചുവട് നീ എടുക്കുക. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഒട്ടും സംശയിക്കാതെ നീ വിശ്വസിക്കുക. യേശു കർത്താവ് നിന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. അവന്റെ വാഗ്ദാനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. അവൻ എങ്ങനെ ഭൂമിയിലായിരുന്നപ്പോൾ സൗഖ്യമാക്കിയോ അതുപോലെ തന്നെ ഇന്നും സൗഖ്യമാക്കും. ഹല്ലേലൂയ.